15 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്, അതും കുക്കറിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ്, ചെറിയൊരു ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതും, 5 ഗ്രാമ്പു, ഒരു പീസ് പട്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 മാഗി ക്യൂബും കൂടെ ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിൽ കൂടരുത് കേട്ടോ, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതേപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, ഒരു ഡ്രൈ ലെമണും, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇൻഗ്രീഡിയൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ 3.5 കപ്പ് ബസുമതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയതിന് ശേഷം കേട്ടോ. അത് വെള്ളം ഊറ്റി മാറ്റി വെക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും ചേർത്തിട്ട് ഒരു ഹാഫ് കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ റെഡും അതേപോലെ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ കോൺസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കി കൊടുക്കുക. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ആയാലും റൈസ് ആയാലും ഒക്കെ കറക്റ്റ് കുക്കായിട്ടാട്ടോ നമുക്ക് കിട്ടുക. മയോണൈസിൻ്റെയും ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ കൂടെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം.